അടുത്ത ദിവസം ചുന്നു തനിക്ക് വേണ്ടി ഒരു ഭംഗിയായ കൂട് പണിതു. അത് കഴിഞ്ഞ് അതെന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നോക്കൂ, ഞാൻ എനിക്ക് വേണ്ടി കൂട് പണിതു അമ്മ. ചുന്നുവിന്റെ വീടും അതിന്റെ കഠിന പ്രയത്നവും കണ്ട് അമ്മ പറഞ്ഞു, ഇവിടെ നോക്കുമോന് ചുന്നു, നിന്റെ കൂടെ ശരിക്കും നന്നായിട്ടുണ്ട്. നീ എന്റെ വളരെ ഓമന മകൻ. അത് കഴിഞ്ഞവർ മുന്നുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു, കണ്ടു ചുന്നു ഇത്ര നന്നായി കൂട് പണിത് അവന്റെ ജീവിതം അവൻ നോക്കുന്നു എന്ന്. പക്ഷെ നീയുമുണ്ട്, എപ്പോ നോക്കിയാലും ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട്. അതുകൊണ്ട് എന്താ അമ്മേ, നിങ്ങൾ എന്റെ അമ്മ, അങ്ങനെ ചെയ്യാൻ എനിക്ക് എല്ലാ അധികാരവുമുണ്ട്. അങ്ങനെ പറഞ്ഞ മുന്നു വളരെ ദേഷ്യത്തിൽ അവിടുന്ന് പുറപ്പെട്ടു പോയി. അത് കഴിഞ്ഞ ഒരു മരത്തിന്റെ ചില്ലയിൽ ചെന്ന് ഇരുന്നു കൊണ്ടിരുന്നു. അതവിടെ ഇരിക്കുന്നത് കണ്ട് ഒരു കാക്ക വന്നു. എന്തു പറ്റി മുന്നു? നല്ല വിഷമത്തിലാണല്ലോ. ഞാൻ എന്ത് പറയാനാ, ഇന്നലെ എന്റെ അമ്മ കൂട് പണിയാൻ എങ്ങനെയെന്ന് പഠിപ്പിച്ചു. ചുന്നു അവന് വേണ്ടി കൂട് പണിതു, പക്ഷെ ഞാൻ എന്റെ കൂട് പണിതില്ല. അതുകൊണ്ട് എന്റെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഓ അങ്ങനെയാണോ? നിന്റെ സഹോദരൻ വളരെ മിടുക്കനാണ്. നീ പറയുന്നത് കേൾക്കുമ്പോൾ നീ അവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. അതാണ് ഞാനും ചിന്തിക്കുന്നേ. അവനെ പകരം വീട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ഉണ്ടാക്കിയ കൂട് മുഴുവനും നശിപ്പിച്ചേക്ക്. എന്നിട്ട് അമ്മയോട് പോയി പറ, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഉണ്ടാക്കിയ വീട് എത്ര പെട്ടെന്നാ തകർന്നതെന്ന്. ഇത് കേട്ട് മുന്നു ഒരുപാട് സന്തോഷിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ചുന്നു കെട്ടിവെച്ചിരുന്ന ആ കൂടെയെല്ലാം തന്നെ മുന്നു അങ്ങനെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ രാവിലെ പറഞ്ഞു, അമ്മേ നോക്കൂ, ചുന്നു കെട്ടിയ കൂടെ എത്ര മോശമാണെന്ന്. കാറ്റ് വന്നതും താഴെ വീണ് പൊട്ടിപ്പോയി. അതിന് ശരിക്കും പണിയാനേ അറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ വഴക്ക് പറഞ്ഞു.